ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. സർദീസ് സഭയ്ക്കുള്ള ദൂത്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുന്നത്: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവർ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സർദീസിലെ സഭയോടുള്ള ദൂതാണ് ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നത്. നീ മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഉണരുവാൻ പലപ്പോഴും നോക്കുമ്പോൾ ഈ സഭ മരിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ്. ഇതുപോലാണ് പലപ്പോഴും നമ്മുടെയും ആത്മീയമായ ജീവിതം ഒരു മരിച്ച ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്, മുരടിച്ചു പോകുന്ന അവസ്ഥകൾ. എന്നാൽ ഇവിടെ കർത്താവായ ദൈവം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ സകല പ്രയത്നവും സകലതും ഒരു മരിച്ച ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പേരുണ്ടെങ്കിലും അതിനൊരു വലിയൊരു ഉയർച്ചയില്ല. 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മരിച്ചവരാകുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയായി കണ്ടില്ല. അപ്പോൾ മരിച്ച അവസ്ഥയായിരിക്കുന്നു, ആദ്യ സ്നേഹം വിട്ടുപോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഹല്ലേലൂയ ഈ സർദീസ് സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂതുകൾ പറയുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതവും പ്രയത്നവും ഓടിയതും അധ്വാനിച്ചതുമെല്ലാം നഷ്ടമായി പോകും, ഒരു മരവിച്ച അവസ്ഥകളായി പോകും. ഇവിടെ പറയുന്ന ആദ്യ സ്നേഹം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ്. പലപ്പോഴും ദൈവിക സ്നേഹം വിട്ടു മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഈ ദിനങ്ങൾ ആ ആദ്യ സ്നേഹം വിട്ട് കളയാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് മുമ്പോട്ട് പോകുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സർദീസ് സഭയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-4 പറയുമ്പോൾ പറയുന്നുണ്ട്, സർദീസിൽ കുറെ പേർ കൊണ്ട്. എന്നുവെച്ചാൽ ഇവിടെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, ആകയാൽ നീ പ്രവചിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതെ ഇരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും എന്ന നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. അപ്പോൾ ഇങ്ങനെ സകലവിധമെന്ന അവസ്ഥകളിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഇവിടെ കർത്താവാ ദൈവം, ഹല്ലേലൂയ, ഇതിനകത്ത് കുറെ പേരെ കർത്താവാ ദൈവം ശേഷിച്ചു വെച്ചിരിപ്പുണ്ട്. അവർ വിശുദ്ധന്മാരാണ്. കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സഭാ ചരിത്രത്തിൽ കുറെ പേർ എല്ലാ കാലത്തിലും വിശ്വസ്തരായിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ മരിച്ച അവസ്ഥയായിരിക്കുന്നുവെങ്കിലും കുറെ പേർ യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തരായിരിക്കും. എന്താണ്? കർത്താവിൻ്റെ വരവിനെ കുറിച്ച്, എപ്പോൾ എൻ്റെ ദൈവം വരുന്നു ആ സമയമാകുമ്പോൾ ഞാൻ എൻ്റെ സഭയോട് ചേരുമെന്നുള്ളതായ അനുഭവത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ലോകത്തിൽ നിന്ന് സഭയെ എടുത്തു കൊള്ളുവാനുള്ള യേശു ക്രിസ്തുവിന്റെ വരവ്, പ്രൈസ് ദി ലോർഡ്, സഭയ്ക്ക് ഒരു വിടുതലായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ലോകത്തിലെ കർത്താവായ ദൈവം വരുന്ന ഒരു സഭ അത് എടുക്കപ്പെടും. ഹല്ലേലൂയ.
എന്നുള്ളതായി ഹല്ലേലൂയ ഒരു മുന്നറിയിപ്പ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ സഭയ്ക്ക് ഒരു വിടുതലായി മാറുവാനിടയായി തീരും. അത് 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ നാം ശക്തമായി തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നതിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ മരിച്ച അവസ്ഥയല്ല, ഉണർന്ന് ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് ശക്തിയോടും അഭിഷേകത്തോടും ബലത്തോടും മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നാം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും സ്വർഗരാജ്യത്തിന് നമുക്ക് അവകാശമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ സർവീസ് സഭയെ പോലെ ഒരു മരിച്ച അവസ്ഥകളിലൂടെ നമ്മൾ പോകുവാനല്ല, നമ്മൾ ജീവനും പുഷ്ടിയും പുതുക്കവും വെച്ച് ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശമായി മാറുവാൻ തക്കവണ്ണം ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചനങ്ങളെ കർത്താവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.